താലൂക്ക് ആശുപത്രിയിലെ നഴ്സ് ലിനി ICUവിൽ വെച്ച് ഭർത്താവിന് എഴുതിയ കത്ത് ഇങ്ങനെ: സജീഷ് ഏട്ടാ, ഐ ആം ഓൾമോസ്റ്റ് ഓൺ ദ വേ. നിങ്ങളെ കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. സോറി. നമ്മുടെ മക്കളെ നന്നായി നോക്കണേ. ഞങ്ങൾ തമ്മിൽ അടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഞങ്ങൾ മക്കള് തമ്മിൽ അടുക്കുള്ളൂ. അത് ഇപ്പൊ ശരിക്കും നമുക്ക് ഞങ്ങളെടുത്ത ആ തീരുമാനം ശരിയാന്നുള്ളതിന്റെ കാര്യം ഇപ്പൊ ഞങ്ങൾക്ക് ശരിക്കും ബോധ്യമായിട്ടുള്ള ഒരു. ഹായ് എവരിവൺ, അപ്പൊ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ മലയാളികൾ ഒരിക്കലും മറക്കാത്ത ഒരു പേരാണ് നമ്മുടെ ലിനി സിസ്റ്ററുടേത്. ഈ വീഡിയോ കാണുന്ന ഒരാൾക്ക് പോലും സിസ്റ്റർ ലിനി ആരാണെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. ഓരോ മലയാളികളുടെയും മനസ്സിലുള്ള ഒരു വ്യക്തിയാണ് അവർ. നിപ്പ എന്ന മാരക രോഗം കേരളത്തെ ഭീതിയിലാക്കിയ സമയത്ത് സ്വന്തം ജീവനോ സുരക്ഷയോ നോക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി പോരാടിയ ആയിരക്കണക്കിന് ആരോഗ്യ പ്രവർത്തകരുടെ പ്രതീകമാണ് സിസ്റ്റർ ലിനി. നമ്മളെല്ലാവരും ഭീതിയോടുകൂടി വീടുകളിലേക്ക് പിൻവലിഞ്ഞപ്പോൾ നമുക്ക് കാവലായി നിന്ന മാലാഖയാണവർ. സിസ്റ്റർ ലിനി നമ്മളെ വിട്ടുപിരിഞ്ഞിട്ട് ഏകദേശം 7 വർഷത്തോളമായി. അന്ന് ICUവിൽ മരണത്തോട് മല്ലിടുന്ന സമയത്ത് ഭർത്താവായ സതീഷിന് എഴുതിയ കത്ത് വായിച്ചു കണ്ണു നിറയാത്തവരായി ആരും ഉണ്ടാവില്ല. അന്ന് കത്തിൽ ഭർത്താവിനോട് ലിനി പ്രത്യേകം പറഞ്ഞിരുന്നു, ജീവിതത്തിൽ ഒറ്റക്കായി പോകല്ലേ എന്ന്. അല്ലെ? അങ്ങനെയാണ് ലിനിയുടെ ആഗ്രഹം പോലെ തന്നെ സതീഷ് രണ്ടാമതൊരു വിവാഹം ചെയ്യുന്നത്. പ്രതിഭ എന്നാണ് അവരുടെ പേര്. പ്രതിഭയ്ക്ക് ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. സതീഷനും മക്കളുടെ ഒപ്പം നിന്ന് അവർ ഒരുപാട് യൂട്യൂബിലൊക്കെ പോസ്റ്റ് ചെയ്യാറ്, ഓരോ വീഡിയോകളും പോസ്റ്റ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ പ്രതിഭയെ എല്ലാവർക്കും അറിയാം. അപ്പൊ പിന്നെ ഇപ്പൊ എന്തുകൊണ്ടാണ് ഈ പ്രതിഭയെ കുറിച്ചും സിസ്റ്റർ ലിനിയെ കുറിച്ചും ഒരു വീഡിയോ ചെയ്യാനുണ്ടായ കാര്യം എന്ന് വെച്ചാൽ, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പ്രതിഭ അവരുടെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പ്രതിഭയും സതീഷും ആദ്യമായി കണ്ടുമുട്ടിയതിനെ കുറിച്ചും പിന്നീടുള്ള അവരുടെ പ്രണയത്തെ കുറിച്ചും അന്ന് അവർ സ്ഥിരമായി കണ്ടുമുട്ടിയ സ്ഥലത്തെ കുറിച്ചുമൊക്കെയുള്ള ഓർമ്മ പുതുക്കലായിരുന്നു ആ ഒരു വീഡിയോ. പക്ഷെ ആ വീഡിയോയ്ക്ക് പ്രതിഭ കൊടുത്ത ക്യാപ്ഷൻ കുറച്ച് വിവാദമായി പോയി. ഇനിയിൽ അവസാനിച്ച് ഞങ്ങളിലേക്ക് എത്തിയ ഞങ്ങളുടെ വഴികൾ ഓർമ്മകൾ എന്നായിരുന്നു അതിന് കൊടുത്ത ക്യാപ്ഷൻ. ഈ ക്യാപ്ഷനെ സംബന്ധിച്ച് ഒരുപാട് പേര് കമന്റുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. 1-2 കമന്റ്സ് ഞാൻ വായിച്ചു തരാം. എനിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ്, എന്നാലും ഒന്ന് പറയട്ടെ, പ്രതിഭ സതീഷിന്റെ ഭാര്യയാണ്, അറിയാം, സന്തോഷമായിട്ട് തന്നെ ജീവിക്കും, എന്നാലും ഒന്ന് പറഞ്ഞോട്ടെ, ഇടയ്ക്ക് തോന്നാറുണ്ട് ഓവർ ആകുന്നു എന്ന്. ലിനി സിസ്റ്റർ അവസാനിക്കില്ല. ആ മക്കൾ സിസ്റ്റർ പ്രസവിച്ച മക്കളാണ് എന്നും അത് ലിനി സിസ്റ്ററിന്റെ മക്കൾ തന്നെയാണ്. അത് എങ്ങനെ അവസാനിക്കാനാണ്? നിങ്ങൾ ആ മക്കളെ നോക്കുന്നുണ്ട്, അറിയാം, എന്നാലും ചില വാക്കുകളും പ്രവൃത്തികളും ഒരുപാട് ശ്രദ്ധിക്കണം. ലിനി സിസ്റ്റർ ഒരിക്കലും അവസാനിക്കില്ല. ലിനി സിസ്റ്റർ അവസാനിച്ചു എന്ന് പറയരുത്. ലിനി സിസ്റ്റർ എല്ലാവരുടെ ഓർമ്മയിലുണ്ടെന്ന്. ലിനി സിസ്റ്റർ അവസാനിച്ചു എന്ന് മാത്രം പറയല്ലേ. ആ ലിനി സിസ്റ്ററുടെ മക്കളുടെ വിശേഷങ്ങൾ അറിയാനാണ് ഈ ഒരു ചാനൽ 90% ആൾക്കാരും കാണുന്നത്. ക്യാപ്ഷൻ ഇത് വേണ്ടായിരുന്നു. ഈ ലിനി സിസ്റ്ററുടെ പേരിലല്ലേ ഇപ്പോൾ ഏതൊരാളും നിങ്ങളെ അറിയുന്നത്. സ്നേഹം കൊണ്ട് പറഞ്ഞെന്ന് മാത്രം. നിങ്ങളുടെ വീഡിയോ സ്ഥിരമായി കാണാറുണ്ട്. അതും നിങ്ങളെ മാത്രം അല്ല, ലിനിയുടെ മക്കളെ കൂടെ കാണാനാണ്. അതെങ്ങനെ അവസാനിച്ചു എന്നൊക്കെ പറയാൻ പറ്റുന്നത്? ലിനി സിസ്റ്ററും അവരുടെ വീട്ടുകാരും ഒക്കെ ലിനി സിസ്റ്ററെയും അവരുടെ വീട്ടുകാരെയും ഒക്കെ ബഹുമാനിക്കുക, അവരുടെ സങ്കടവും മനസ്സിലാക്കുക. കണ്ടല്ലോ, ക്യാപ്ഷൻ ലിനിയിൽ അവസാനിച്ചു എന്ന് പറഞ്ഞതാണ് എല്ലാവർക്കും ഭയങ്കര വിഷമമായി. അപ്പോൾ ഇവിടെ പ്രതിഭ ഉദ്ദേശിച്ചത് എന്താന്ന് വെച്ചാൽ, ലിനി സിസ്റ്ററിന്റെ ജീവിതത്തിന് ശേഷം സതീഷിന്റെ ജീവിതത്തിലേക്ക് പുള്ളിക്കാരി കടന്നു വന്നതിനെ കുറിച്ചാണ് പറയുന്നത്. പക്ഷെ ആളുകൾ വേറെ തരത്തിലാണ് അത് മനസ്സിലാക്കിയതെന്ന് മാത്രം. ലിനി സിസ്റ്റർ ഒരിക്കലും അവസാനിക്കില്ലെന്നൊക്കെയാണ് ഓരോരുത്തർ കമന്റിൽ എഴുതിയിരിക്കുന്നത്. വിവിധ കമന്റുകളെല്ലാം അങ്ങനെ തന്നെയാണ്. ഒരുപാട് നെഗറ്റീവ് കമന്റുകളൊക്കെ വരാൻ തുടങ്ങിയതോടെ പ്രതിഭ എന്താക്കി, ഒരു മറുപടി വീഡിയോ എന്ന രീതിയിൽ അവരൊരു വീഡിയോ ചെയ്തു. ആ വീഡിയോയിൽ ചില കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. നമുക്ക് എന്തായാലും ഒന്ന് കേട്ടു നോക്കാം. കാഴ്ചപ്പാടില് എനിക്ക് തോന്നിയ കാര്യമാണ് ഞാൻ ആ ക്യാപ്ഷൻ കൂടെ പറഞ്ഞത്. ഒരിക്കലും എനിക്ക് അതിലൊരു തെറ്റുപറ്റി പോയിട്ട് ഞാൻ തെറ്റായി എഴുതിയെന്ന് എനിക്ക് തോന്നിയില്ല. കാരണം ആ ക്യാപ്ഷൻ വായിക്കുന്ന സമയത്ത് വായിച്ചു നോക്കിയവർക്ക്, നന്നായിട്ട് വായിച്ചവർക്ക് മനസ്സിലാവും അതെന്താണ് ക്യാപ്ഷൻ എന്ന്. ലിനി അവസാനിക്കുന്നു എന്ന് ഞാൻ അതിൽ എഴുതിയിട്ടില്ല. അത് നിങ്ങളായിട്ട് വ്യാഖ്യാനിച്ച് ഉണ്ടാക്കിക്കൊണ്ടുവന്ന സാധനമാണ്. ലിനി അവസാനിക്കുന്നില്ല എന്ന് നിങ്ങൾ തന്നെ. ശരിയാ, അതത്രേ ഉള്ളൂ. അങ്ങനെ തന്നെയാണ് എനിക്കും തോന്നിയത്. ലിനി സിസ്റ്റർ അവസാനിക്കുന്നില്ല എന്ന രീതിയിൽ എല്ലാരും കൂടെ ആ ക്യാപ്ഷനെ വളച്ചൊടിച്ച് അങ്ങനെയൊക്കെ ആക്കിയതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആളുകൾ വെറുതെ വ്യാഖ്യാനിച്ചുണ്ടാക്കിയത് തന്നെയാണ്. ഇതിപ്പോ അങ്ങനെയല്ല ഉദ്ദേശിച്ചതെന്ന് ആർക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. സംഭവം ലിനിയോടുള്ള സ്നേഹം കൊണ്ട് തന്നെയായിരിക്കും ആൾക്കാരൊക്കെ അങ്ങനെ പറയുന്നത്. പക്ഷെ ഇതൊക്കെ ഇത്തിരി ഓവർ ആണെന്നേ ഞാൻ പറയും. ലിനിയിൽ അവസാനിച്ച സതീഷിന്റെ ദാമ്പത്യ ജീവിതം അല്ലെങ്കിൽ പ്രണയം എന്നിലൂടെ തുടർന്നു എന്നാണ് പ്രതിഭ എഴുതിയിരിക്കുന്നത്. ഇതിനെ വേറെ രീതിയിൽ വ്യാഖ്യാനിക്കേണ്ടത് യാതൊരു ആവശ്യമില്ലല്ലോ. എന്തായാലും ഞാൻ ഈ കാര്യത്തിൽ പ്രതിഭയുടെ കൂടെ തന്നെയാണ്. എനിക്ക് തോന്നുന്നത് ആകെ ഈ ഒരു ക്യാപ്ഷനിൽ ലിനി സിസ്റ്ററിന്റെ പേര് ഉപയോഗിച്ചത് മാത്രമാണ് അത് വേണ്ടായിരുന്നു എന്ന് തോന്നിയത്. പ്രതിഭയ്ക്ക് വേണമെങ്കിൽ ലിനിയുടെ പേര് ഉപയോഗിക്കാതെ തന്നെ ക്യാപ്ഷൻ ഇടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അതായിരുന്നു കുറച്ചുകൂടി നല്ലത്. ഇതിപ്പോ റീച്ച് കിട്ടാൻ വേണ്ടി ലിനിയുടെ പേര് ഉപയോഗിച്ചതേ ആൾക്കാർ പറയത്തുള്ളൂ. എന്നാലും ബാക്കിയും കൂടെ കേൾക്കാം. പിന്നെ അതിൽ വന്ന കുറെ കമന്റ്സ് ഉണ്ട്. കമന്റ്സ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ മനസ്സിൽ എന്ത് തോന്നുന്നു, നമ്മൾ എന്ത് ചിന്തിക്കുന്നു കമന്റ്സ് ഇടുക. അപ്പൊ നിങ്ങളെ മനസ്സിൽ തോന്നിയ കാര്യങ്ങളായിരിക്കും നിങ്ങൾ ഇട്ടിട്ടുണ്ടാവുക. അങ്ങനെ ചിന്തിക്കണമെങ്കിൽ നിങ്ങളെ മനസ്സ് എത്രത്തോളം ഇങ്ങനെ ഇടുങ്ങിയ ചിന്താഗതിയാണെന്ന് ചിന്തിക്കണം. ഇന്നലെ വരെ അമ്മയെ പോലെ നോക്കണം, അമ്മയാവണം, അമ്മയാണ് നീ എന്ന് പറഞ്ഞ ആൾക്കാരാണ്
ഒറ്റ പ്രാവശ്യം കൊണ്ട് പറയുന്നത് ലിനി സിസ്റ്റർ എന്തൊക്കെ പറഞ്ഞാലും ലിനി സിസ്റ്റർ പെറ്റ മക്കളാണ്, ലിനി സിസ്റ്റർ ആണ് അവരുടെ അമ്മ. ഇന്നലെ കയറി വന്ന നീ അല്ല എന്ന് നിങ്ങൾ അതേ ഇതിൽ പറയുന്നത്. അപ്പൊ ഒറ്റ ചിന്തിക്കുക, എന്താ അതിൽ നിങ്ങൾ കണ്ടൊരു ഇതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. മലയാളികളുടെ ഒരു സ്വഭാവമാണ് ഒരാളെ വാനോളം ഉയർത്തും, എന്നിട്ട് തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും ഒരു കാര്യങ്ങൾ അവർ ചെയ്യുകയാണെങ്കിൽ അതുപോലെ തന്നെ എടുത്ത് അടിച്ചു താഴ്ത്തും. ലിനി സിസ്റ്ററിന്റെ മക്കളെ പൊന്നുപോലെ നോക്കിയെന്ന് വാനോളം പുകഴ്ത്തിയ ആൾക്കാരാണ് ഇവിടുത്തെ മലയാളികൾ. പക്ഷെ ഈ വീഡിയോയുടെ ക്യാപ്ഷൻ കണ്ടിട്ട് കുറെ ആളുകളൊക്കെ അതൊക്കെ മാറ്റി പറയാൻ തുടങ്ങി. അതിനെക്കുറിച്ച് പ്രതിഭ സംസാരിച്ചാണ് നമ്മളിപ്പോൾ ഇവിടെ കേട്ടത്. നമുക്കറിയാം, 2 ചെറിയ കുട്ടികളെ തനിച്ചാക്കിയാണ് ലിനി സിസ്റ്റർ പോയത്. സതീഷ് രണ്ടാമത് കല്യാണം കഴിച്ചപ്പോൾ എല്ലാവരുടെയും ആവലാതി ആ 2 മക്കളെ ഇവര് നോക്കൂ എന്നൊക്കെ ഉള്ളതായിരുന്നു. രണ്ടാനമ്മ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ വരുന്ന ആദ്യത്തെ കാര്യം ഒരു ക്രൂരമായിട്ടുള്ള ഒരു ഫേസ് ആണല്ലോ. എന്നാൽ ലിനിയുടെ മക്കൾക്ക് പ്രതിഭ രണ്ടാനമ്മ മാത്രമല്ലായിരുന്നു, സ്വന്തം അമ്മ തന്നെയായിരുന്നു. ലിനി ആഗ്രഹിച്ച പോലെ തന്നെ സതീഷും പ്രതിഭയും മക്കളെ പൊന്നുപോലെ തന്നെയാണ് വളർത്തുന്നത്. അതിന് പ്രതിഭയ്ക്ക് ക്രെഡിറ്റ് നൽകിയ അതേ ആളുകൾ തന്നെയാണ് ഇന്ന് അവരെ ക്രൂശിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ കോമഡി. ബാക്കി കൂടെ കാണാം. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ലിനി സിസ്റ്റർ എന്ന് പറയുന്നത്, ലിനി സിസ്റ്റർ നമ്മളെ കേരളക്കരയില് നമ്മൾ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന ഒരു നഴ്സുമാരുടെ ഒരു മാതൃകയാണ്. അത് നിങ്ങൾക്ക് കേരളക്കരയിലുള്ള ജനങ്ങൾക്ക്, അതേപോലെ തന്നെ അതിനേക്കാൾ ഉപരിയായിരിക്കും എനിക്ക്. അത് നിങ്ങൾക്ക് ചിന്തിച്ചാൽ അറിയാം. കാരണം അവരുടെ ബാക്കി പത്രങ്ങളെല്ലാം ഒരു കുടക്കീഴിലാക്കി ജീവിക്കുന്നത് ഞാൻ ലിനി സിസ്റ്ററുടെ ബ്ലഡിനെയാണ് ഞാൻ കൊണ്ടുനടക്കുന്നത്. അപ്പൊ നിങ്ങളെക്കാളും പ്രതിബദ്ധത എനിക്കാണ് ഉണ്ടാവേണ്ടത്. അത് അതേ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ള 100% വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതിൽ ഇന്ന് വരെ എനിക്ക് ഇതുവരെ ഒരു കോട്ടം തട്ടിയിട്ടില്ല. ഇനിയിപ്പോ നിങ്ങൾ പറഞ്ഞതിനെ കൊണ്ട് കോട്ടം തട്ടുകയില്ല. അപ്പൊ എന്തുകൊണ്ടും ഈ കമന്റ് ഇടുന്നവരെക്കാളും സ്നേഹവും കമ്മിറ്റ്മെന്റും കാണിച്ചിരിക്കുന്നത് പ്രതിഭ തന്നെയാണ് ലിനി സിസ്റ്ററോട്. സോ എനിക്ക് പ്രതിഭയോട് പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ, നിങ്ങൾ ഇതൊന്നും കേട്ട് തളരാൻ പോകരുത്. ലിനി സിസ്റ്റർ ആഗ്രഹിച്ച പോലെ തന്നെ അവരുടെ മക്കളെ നിങ്ങൾ പൊന്നുപോലെ നോക്കുന്നുണ്ട്. ഇനി മാത്രമല്ല, മലയാളികൾ ഒരുപാട് പേര് ഇത് ആഗ്രഹിച്ച കാര്യം തന്നെയാണ്. ആ കുട്ടികൾ ഇനി അമ്മയില്ലാണ്ട് വളരുമോ എന്ന് ഓർത്ത് ഒരുപാട് പേര് സങ്കടപ്പെട്ടിരുന്നു. നമുക്ക് വേണ്ടി കൂടിയാണ് അവരുടെ അമ്മ രക്തസാക്ഷിയായത്, നമുക്ക് വേണ്ടി കൂടിയാണ് ആ പിഞ്ചുമക്കൾ അനാഥരായത്. അതുകൊണ്ട് തന്നെ എല്ലാവരുടെ മനസ്സിലും ആ ഒരു വിഷമം ഉണ്ടായിരുന്നു. പ്രതിഭ സ്വന്തം മക്കളെ പോലെ തന്നെയാണ് ലിനിയുടെ മക്കളെ വളർത്തുന്നത്, യാതൊരു പാർഷ്വാലിറ്റിയും കാണിക്കാതെ. ലിനി ആയിരുന്നെങ്കിൽ എങ്ങനെയാണോ മക്കളെ നോക്കുന്നത് അതുപോലെ തന്നെയാണ് അവർ നോക്കുന്നത്. പ്രതിഭയുടെ യൂട്യൂബ് ചാനൽ എടുത്ത് നോക്കിയാൽ തന്നെ അത് മനസ്സിലാവും. ഒന്നും വേണ്ട, ആ മക്കള് പ്രതിഭയോട് പെരുമാറുന്നത് തന്നെ കണ്ടാൽ അറിയാലോ അവർക്ക് അമ്മയോട് എത്രത്തോളം സ്നേഹമുണ്ടെന്ന്. അവർക്ക് പ്രതിഭ അമ്മയെ പോലല്ല, അമ്മ തന്നെയാണ്. പിന്നെ വേറൊരു കാര്യം, ഓവർ ആകുന്നു എന്ന് പറയുന്നത്, നിങ്ങളെ മനസ്സിൽ എനിക്കും സജീഷ് ചേട്ടനും ഞങ്ങൾക്കൊക്കെ ഒരു വരയിട്ട് വെച്ചിട്ടുണ്ട്. ഇതിന് കൂടുതൽ നിങ്ങൾ തുള്ളാൻ പാടില്ല, ചിരിക്കാൻ പാടില്ല, ഓവറായിട്ട് സംസാരിക്കാൻ പാടില്ല. എന്റെ ഈ വീഡിയോയിൽ ഓവറാന്ന് പറയുന്നത് എന്റെ സംസാര ശൈലിയും ഞാൻ അതാണ്, എനിക്ക് ഞാനേ ആവാൻ പറ്റുള്ളൂ. അതാണ് എന്റെ വ്യക്തിത്വം. അതിപ്പോ ഓവർ ആകുന്നു എന്ന് വെച്ചാല് ഞാൻ നിങ്ങളെ ഏൽപ്പിച്ച് എന്തോ സാധനം നോക്കാൻ തന്നതാണ്, ഞാൻ നമ്മള് വേലക്കാരത്തിയൊക്കെ ഉണ്ടാവൂലേ, അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നീ ഓവറാണ് എന്ന് പറയുന്ന ആ രീതിയിലൊന്നല്ല. ഞാൻ പ്രതിഭ സജീഷ്, എനിക്ക് അന്തസ്സായിട്ട് പറയാം, ഞാൻ 4 ആളറിയെ കല്യാണം കഴിച്ച ഒരാളാണ് പ്രതിഭ സജീഷ്. അത് ലിനി സിസ്റ്റർ ഹസ്ബൻഡായി പോയത് എന്റെ തെറ്റല്ല. എന്റെ ഭർത്താവിന്റെ ആദ്യ ഭാര്യയ്ക്ക് അല്ലെങ്കിൽ കേരളക്കരയുടെ ലിനി സിസ്റ്റർ കൊടുക്കേണ്ട ബഹുമാനവും സ്ഥാനവും ഒക്കെ തന്നെ അതേപോലെ കീപ്പ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ എന്നാണ് എന്റെ ഇപ്പോഴുള്ള വിശ്വാസം. മാത്രമല്ല എപ്പോഴുള്ള വിശ്വാസം, ഞാൻ അങ്ങനെ തന്നെ ആയിരിക്കും. എന്റെ മക്കളെ ഒരു പ്രസവിച്ച അമ്മ ഉണ്ട്, ആ അമ്മേനെ എത്രത്തോളം ഇതാക്കണം എന്നുള്ളത് ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കലുണ്ട്. ബാക്കി ബന്ധങ്ങളിലൊന്നും ഞാൻ നോക്കുന്നില്ലെങ്കിലും അത് ഞാൻ കീപ്പ് ചെയ്തു പോകും. ഇപ്പൊ നിങ്ങൾ പറഞ്ഞപ്പോൾ ലിനി സിസ്റ്റർ ഫോട്ടോ കാണിച്ച് വെച്ചാൽ മാത്രം വീഡിയോയിൽ റീച്ചായി യൂട്യൂബ് നമുക്ക് തരൂല. ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇട്ടിട്ടാണ്, അല്ലാതെ ലിനി സിസ്റ്റർ അതിനെ കൊണ്ട് വന്ന് കാണുന്നു അതുകൊണ്ട് നീ പൈസ ഉണ്ടാക്കുന്നു അങ്ങനെ പറയുന്നതിനോട് മാത്രമായിട്ട് ഇത് പറയുന്നത്. അതേപോലെ തന്നെ ഈ കുഞ്ഞുമക്കളെ നോക്കിയിരുന്നാലും കുഞ്ഞുമക്കൾ വളരൂല. അപ്പൊ ഇതൊക്കെ എന്ന് വെച്ചാല് ഞങ്ങൾ അച്ഛനമ്മയായിട്ട് 5 മക്കളായിട്ടുള്ള ആ ഒരു ലൈഫ് കാണാൻ ആഗ്രഹമുള്ളവർ മാത്രം ഈ വീഡിയോസ് കണ്ടാൽ മതി. അതാണ് മറുപടി കൊടുക്കുമ്പോ ഇങ്ങനെ തന്നെ കൊടുക്കണം. തോന്നുമ്പോ അഭിപ്രായം മാറ്റി പറയുന്നവർ ഇതൊക്കെ അർഹിക്കും. അവർക്ക് അവരുടേതായ ഒരു ജീവിതമുണ്ട്. സിസ്റ്റർ ലിനിയെ കേരളം മുഴുവൻ സ്നേഹിക്കുന്നുണ്ട്, അതുപോലെ അവരും സ്നേഹിക്കുന്നു. എന്തായാലും അവരെ പാട്ടിന് വിടുന്നതല്ലേ നല്ലത്, അവര് ജീവിച്ചോട്ടെ. ആദ്യം സതീഷ് മറ്റൊരു വിവാഹം ചെയ്യുന്നു എന്നുള്ളതായിരുന്നു എല്ലാവരുടെയും പ്രശ്നം. ആദ്യം പ്രതിഭയോട് എല്ലാവർക്കും വെറുപ്പായിരുന്നു. പ്രതിഭ ഒരു കുറ്റവും ചെയ്തിട്ടില്ല. പക്ഷേ ലിനി സിസ്റ്ററുടെ സ്ഥാനത്തേക്ക് പ്രതിഭ കയറി വന്നതോടെ എല്ലാവർക്കും എന്തോ ദേഷ്യം പോലെയായിരുന്നു. ആർക്കും അത് അംഗീകരിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് അവർ പ്രതിഭയെ വെറുത്തു. എന്നാൽ പ്രതിഭ സതീഷിനെയും മക്കളെയും പൊന്നുപോലെ കൊണ്ടു നടക്കുന്നത് കണ്ടപ്പോൾ വെറുപ്പൊക്കെ പോയി ഇഷ്ടമായി. ഇപ്പോഴിതാ ഒരു ക്യാപ്ഷൻ വായിച്ച് തെറ്റിദ്ധരിച്ചു പ്രതിഭയെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് എല്ലാവരും ഇറങ്ങി തിരിച്ചിരിക്കുക. പ്രതിഭയോട് പറയാനുള്ള ഇതൊന്നും കണ്ട് നിങ്ങൾ തളരരുത്. നിങ്ങൾ ഒരു മനുഷ്യനാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഹാപ്പി ആയിട്ട് ഭർത്താവും മക്കളൊത്ത് അടിപൊളിയായിട്ട് ജീവിക്കുക. ആൾക്കാർ എന്ത് പറയുന്നു എന്ന് മൈൻഡ് ചെയ്യാനേ പോകണ്ട. ഓൾറെഡി നിങ്ങളൊരു സ്ട്രോങ് ലേഡിയാണ്. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. കാരണം വിമർശിക്കുന്നവരുടെയും കുറ്റപ്പെടുത്തുന്നവരുടെയും മുന്നിൽ നിങ്ങൾ ജീവിച്ചു കാണിക്കുന്നുണ്ട്. എല്ലാവർക്കും അങ്ങനെ സാധിക്കണമെന്നില്ല. സ്വന്തം വീടിന്റെ ചുവരിൽ ആ ഭർത്താവിന്റെ ആദ്യ ഭാര്യയുടെ ഫോട്ടോ തൂക്കി അവരെ ദൈവത്തെ പോലെ കണ്ട സ്ത്രീയാണ് നിങ്ങൾ. സോ ആരുടെയും കുറ്റപ്പെടുത്തലുകൾക്ക് ചെവി കൊടുക്കാതെ ആ മക്കളുടെയും ഭർത്താവിന്റെയും കൂടെ ജീവിതം സന്തോഷകരമായി ജീവിക്കും. അത്രേ എനിക്ക് പറയാനുള്ളൂ. എന്തായാലും ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് വെച്ചാൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ.